തീവ്രവാദികൾ പോകേണ്ട കോടതിയിലാണ് കന്യാസ്ത്രീകളെ വലിച്ചിഴയ്ക്കുന്നതെന്ന് സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം. ജാമ്യം ലഭിച്ചുവെന്ന പ്രക്രിയ മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇനിയും എന്തൊക്കെ നേരിടണം എന്നോർക്കുമ്പോൾ ആശങ്കയുണ്ടെന്ന് കുടുംബം 24-നോട് പറഞ്ഞു. YS അഭിനം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ജയിലിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഇന്നലെയായിരുന്നു NIA കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യ വ്യവസ്ഥകളടക്കം ഇന്നലെ കുടുംബവും ഒപ്പം തന്നെ ജനപ്രതിനിധികളും ഒക്കെ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ജാമ്യ വ്യവസ്ഥകളാണ് ഏറ്റവും പ്രധാനമായും എടുത്തു കാണിച്ചത്. കാരണം ഇന്നലെ NIA കോടതി ജാമ്യം അനുവദിച്ച താൽക്കാലിക ആശ്വാസമാണെന്ന് ചേട്ടൻ തന്നെ പ്രതികരിച്ചിരുന്നു. പക്ഷേ ഓരോന്നും വായിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? തികച്ചും ഞങ്ങൾക്ക് ഒത്തിരി വേദനാജനകവും സങ്കടകരമായ കാഴ്ചയാണ്. കാരണം ജാമ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ചേട്ടൻ പറഞ്ഞതുപോലെ അത് ഞങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം മാത്രമാണ്. നോക്കൂ, ഒരു തെറ്റും ചെയ്യാത്തവർ NIA കോടതിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര വലിയ തെറ്റ് ചെയ്തവരും രാജ്യദ്രോഹവും തീവ്രവാദികളൊക്കെ പോകുന്ന ഒരു കോടതിയാണ്. ആ ഒരു കോടതിയിലേക്കാണ് നമ്മുടെ ചേച്ചിമാരെ, സിസ്റ്റേഴ്സിനെ വലിച്ചഴച്ചത്. അതും ബജരംഗ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്കാരുടെ തികച്ചും അവരുടെ ഒരു രോക്ഷപ്രകടനം കൊണ്ടാണ് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് പോലീസ് വരികയും നമ്മുടെ സിസ്റ്റേഴ്സ് അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും എടുക്കാതെ, കുട്ടികളുടെയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള പ്രൂഫ് ഉണ്ടായിരുന്നു, ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും ഒരു പാർട്ടിയുടെ താല്പര്യപ്രകാരം കേസെടുക്കുക എന്ന് പറഞ്ഞാൽ എവിടെ നടക്കുന്ന ഒരു കാര്യമാണ്? NIA കോടതിയിലേക്ക് വരെ പോകേണ്ടി വരുന്നത് അതിന് പിന്നീടുള്ള കേസിൻ്റെ നൂലാമാലകളായിട്ട് ഒരുപാട് കാലങ്ങൾ നമുക്ക് കോടതികളിൽ കയറിയിറങ്ങേണ്ട ഒരു അവസ്ഥ നിലവിലുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും കേസ് റദ്ദ് ചെയ്ത് കേസ് പിൻവലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യം. അത് തന്നെയാണ് CBCIയും ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുമെന്ന് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഭീകരർക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത വ്യവസ്ഥകളാണ് ഈ രണ്ട് പാവപ്പെട്ട കന്യാസ്ത്രീകൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അത് പ്രാഥമിക ഘട്ടത്തിലായതുകൊണ്ടായിരിക്കാം കേസ് കേസ് തള്ളി പോകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കുടുംബം ആ രീതിയിലുള്ള ആശങ്ക അതങ്ങനെ തുടരുകയാണ്. ഇത്തരത്തിലേക്ക് ജയിലിൽ അടയ്ക്കപ്പെട്ടു. അതിന് പിന്നാലെ ഈ ജാമ്യം അനുവദിച്ചു. ജാമ്യത്തിനുണ്ടായ ഈ വ്യവസ്ഥകൾ അത് അങ്ങേയറ്റം അവർക്ക് വലിയ രീതിയിലുള്ള പേടിപ്പെടുത്തുന്നു. കോടതി കയറി ഇറങ്ങണമെന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ കുടുംബം ആവർത്തിച്ച് രേഖപ്പെടുത്തുന്നത്. അങ്കമാലിയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം YS അഭിനന്ദ്, 24.